മുംബൈ യാത്രയുടെ ഭാഗമായി ഇന്ന് നാം ഒരു ദീർഘദൂര ബോട്ട് യാത്രയ്ക്ക് ശേഷം എത്തിച്ചേരാനിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ചകളിലേക്കാണ്. അത് മറ്റൊന്നുമല്ല, ഇവിടെയുള്ള ഗുഹാക്ഷേത്രമായ എലിഫൻ്റ ഗുഹകൾ, ഇല്ലെങ്കിൽ ഗോരാപുരി ഗുഹകൾ എന്ന് പറയുന്ന ഒരു ദൃശ്യ വിസ്മയത്തിലേക്കാണ്. വലിയൊരു ബോട്ടിൽ സഹയാത്രികർക്കൊപ്പം ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും പുറപ്പെട്ട് ഏതാണ്ട് 1 മണിക്കൂർ കടലിലൂടെ സഞ്ചരിച്ചു വേണം ഈ ഗുഹാമുഖത്ത് എത്തിച്ചേരാനായി. അങ്ങനെ മനോഹരമായ കടലിൻ്റെ കാഴ്ചയും കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന കൂറ്റൻ ഷിപ്പുകളും അതുപോലെ തന്നെ ആഞ്ഞടിക്കുന്ന തിരമാലകളും, ഈ തിരമാലകൾക്ക് മുകളിലായി സ്വൈര്യവിഹാരം നടത്തുന്ന പക്ഷികളും മനോഹരമായ തീരക്കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ട് ബോട്ടിൽ ഇപ്പോൾ എലിഫൻ്റ ഗുഹകളെ ലക്ഷ്യമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒത്തിരിയേറെ ആകാംക്ഷയോടെയാണ് ഈ യാത്രയിൽ പങ്കെടുക്കുന്നത്. കാരണം അത്രയേറെ മനോഹരമായ കാഴ്ചകളാണ് ഈ എലിഫൻ്റ ഗുഹകൾ നമുക്കായി കരുതി വച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ എലിഫൻ്റ ഗുഹകളെ ലക്ഷ്യമാക്കി ബോട്ടിൽ യാത്ര തുടരുമ്പോൾ എൻ്റെ മനസ്സ് എലിഫൻ്റ ഗുഹകളുടെ ചരിത്രത്തെപ്പറ്റിയും അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയുമാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ മുംബൈ തുറമുഖത്തിൽ നിന്ന് സമീപം അറബിക്കടലിലൂടെയുള്ള യാത്രയ്ക്കൊടുവിൽ എത്തിച്ചേരുന്ന ദ്വീപിലെ ഗുഹാക്ഷേത്രമാണ് എലിഫൻ്റ ഗുഹകൾ. ഇതിനെ കാരാപൂരി ഗുഹകൾ എന്നും വിളിക്കാറുണ്ട്. ഇവ ശില്പങ്ങൾ കൊണ്ട് ആകർഷകമാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ബോട്ട് മാർഗം ഈ ദ്വീപുകളിൽ എത്താം. ശിവന്റെ ആരാധകരുടേതാണ് ഈ ശില്പങ്ങൾ. അർദ്ധനാരീശ്വര പ്രതിമ, കല്യാണസുന്ദര ശിവൻ, കൈലാസം ഉയർത്തുന്ന രാവണൻ, അന്ധകാരമൂർത്തി, നടരാജൻ എന്നീ ശില്പങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ. 1987 എലിഫൻ്റ ഗുഹകളെ യുനെസ്കോ ലോക പൈതൃക സ്ഥാനങ്ങൾ ഒന്നായി കണക്കാക്കപ്പെടുകയും അംഗീകരിക്കുകയും ഉണ്ടായി. അഗ്രഹാരപുരി എന്നായിരുന്നു ഇതിൻ്റെ യഥാർത്ഥ നാമം. ഇത് പിന്നീട് ലോപിച്ച് പോർച്ചുഗീസുകാരാണ് ഇതിന് എലിഫൻ്റ ഗുഹകൾ എന്ന നാമകരണം ചെയ്തത്. അവർ തന്നെ ഈ സമുച്ചയത്തിൻ്റെ പ്രധാന ഭാഗം നശിപ്പിക്കുകയും ചെയ്തു. 9 മുതൽ 13 വരെ നൂറ്റാണ്ടുകളിൽ ഭരണം നടത്തിയിരുന്ന സിൽഹാര വംശജരുടെ കാലഘട്ടത്താണ് ഇതിലെ ശില്പങ്ങളിൽ അധികവും പണി കഴിപ്പിക്കപ്പെട്ടത് എന്നാണ് കരുതപ്പെടുന്നത്. ചിലത് രാഷ്ട്രകൂട വംശജരുടെ കാലത്തും പണി കഴിപ്പിക്കപ്പെട്ടു എന്ന് കരുതുന്നവരുണ്ട്. ഇങ്ങനെ ഒത്തിരിയേറെ പ്രാധാന്യമുള്ള ഗുഹാസമുച്ചയമാണ് ഇപ്പോൾ നാം കാണാനിരിക്കുന്ന ഈ എലിഫൻ്റ ഗുഹകൾ. നാം അങ്ങനെ ദീർഘദൂര ബോട്ട് സഞ്ചാരത്തിന് ശേഷം ഇപ്പോൾ പിയറിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നാം സഞ്ചരിച്ചിരുന്ന ബോട്ട് ഇവിടെ പിയറിനോട് അടുപ്പിക്കുകയും അതിനുശേഷം എല്ലാവരും ഈ ബോട്ടിൽ നിന്ന് മറ്റൊരു ബോട്ടിലൂടെ കടന്ന് ഈ പിയറിലേക്ക് ഇറങ്ങുകയും അവിടെ നിന്നും ഒരു ടോയ് ട്രെയിനിൽ ഈ ടിക്കറ്റ് കൗണ്ടറിനെ ലക്ഷ്യമാക്കി എല്ലാവരും യാത്ര തിരിക്കുകയുമാണ്. ഇങ്ങനെ ഈ ബോട്ട് ഇപ്പോൾ പിയറിലേക്ക് അടുപ്പിക്കുന്ന ജോലിക്കാരൻ്റെ കഠിന പരിശ്രമമാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. കാരണം ദൂരെ നിന്നും കയറു വലിച്ച് മറ്റൊരു ബോട്ടിൻ്റെ അടുത്തേക്ക് എറിഞ്ഞതിന് ശേഷം ഈ ബോട്ടിനെ അങ്ങോട്ട് വലിച്ചടുപ്പിക്കുകയാണ് സാധാരണ ഗതിയിൽ ചെയ്യുക. ഇങ്ങനെ നാം സഞ്ചരിച്ചിരുന്ന ബോട്ടിനെ തീരത്തോട് പിയറിനോട് വലിച്ചടുപ്പിച്ചതിന് ശേഷം സഹയാത്രികരെല്ലാവരും ഓരോരുത്തരായി ബോട്ടിൽ നിന്ന് ഇറങ്ങുകയും ഇവിടെ നമുക്കായി കാത്തുകിടന്ന ടോയ് ട്രെയിനിൽ കയറി ഈ എലിഫൻ്റ ഗുഹകളുടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നടുത്തേക്ക്
യാത്ര തിരിക്കുകയുമാണ് ഇപ്പോൾ. ഇങ്ങനെ ഈ എലിഫൻ്റ ഗുഹകളെ ലക്ഷ്യമാക്കി സഹയാത്രികർക്കൊപ്പം ഞാനും ഈ ബോട്ടിൽ നിന്നിറങ്ങി യാത്ര തുടരുകയാണ്. അപ്പോഴും സഹയാത്രികരെല്ലാവരും ഈ എലിഫൻ്റ ഗുഹകൾ നമുക്കായി കരുതി വച്ചിരിക്കുന്ന അതിമനോഹരമായ കാഴ്ചകളെ പറ്റിയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പിയറിലേക്ക് ഇറങ്ങിയ നമ്മെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി നമ്മുടെ ടൂർ മാനേജേഴ്സായ ആൽവിനും ശരത്തും നമ്മുടെ കൂടെയുണ്ട്. അവർ പോയി ടിക്കറ്റ് എടുത്തു വരികയും നമുക്കായി വരാനിരിക്കുന്ന ടോയ് ട്രെയിനിൽ കാത്തു നിൽക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയും ചെയ്തതിന് ശേഷം അവരും നമ്മോടൊപ്പം ടോയ് ട്രെയിനിൽ കയറി ഈ എലിഫൻ്റ ഗുഹകളുടെ ടിക്കറ്റ് കൗണ്ടറിന് അടുത്തേക്ക് പോവുകയുമാണ്. ഇങ്ങനെ ടിക്കറ്റ് കൗണ്ടറിന് അടുത്തെത്തിയതിന് ശേഷം ടിക്കറ്റ് എടുത്ത് നാം എലിഫൻ്റ ഗുഹകളിലേക്ക് എത്തുമ്പോഴേക്കും നമുക്കായി ഇവിടെ ഒരു ടൂർ ഗൈഡ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഈ എലിഫൻ്റ ഗുഹകളെ പറ്റി നന്നായി പഠിച്ച് ഇതിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഇതിൻ്റെ മറ്റ് അനേക കാര്യങ്ങളും ഏറെ നന്നായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് നമ്മുടെ ടൂർ ഗൈഡ്. അദ്ദേഹം ഈ എലിഫൻ്റ ഗുഹകളും ഇവയിലുള്ള വിഗ്രഹങ്ങളും ഈ വിഗ്രഹങ്ങളുടെ പ്രാധാന്യവും ഓരോ വിഗ്രഹങ്ങളുടെ ലക്ഷ്യവും ഈ ഓരോ വിഗ്രഹങ്ങളും എന്തിനെ പ്രതിനിധീകരിക്കുന്നു, ഇതിൻ്റെ വാസ്തുശില്പ വിദ്യ, ഇതിൻ്റെ നിർമ്മാണ രീതി, കരിങ്കല്ലിൽ കടഞ്ഞെടുത്ത കാവ്യമായ ഈ മഹാഗുഹയെപ്പറ്റി വാതോരാതെ യാത്രികർക്ക് വിവരണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ വിവരണം കേട്ടുകൊണ്ട് നാം മറ്റ് സഹയാത്രികർക്കൊപ്പം മുന്നോട്ട് നീങ്ങുമ്പോൾ എൻ്റെ മനസ്സിലൂടെ ഈ ഗുഹയുടെ ചരിത്രവും പ്രാധാന്യവും ഒക്കെയാണ് കടന്നു പോവുക. 6000 ചതുരശ്ര അടിയോളം ഏതാണ്ട് 5600 ചതുരശ്ര മീറ്റർ ഈ ക്ഷേത്ര സമുച്ചയത്തിന് വിസ്തീർണമുണ്ട്. ഒരു പ്രധാന അറയും 2 വശങ്ങളിലെ അറകളും അങ്കണങ്ങളും ചെറിയ അമ്പലങ്ങളും അടങ്ങിയതാണ് ഈ സമുച്ചയം. തീർച്ചയായും നൽകിയിട്ടുള്ള വിവരങ്ങൾ മലയാളത്തിലേക്ക് നാം പരിഭാഷപ്പെടുത്തി മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇതിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കുകയുള്ളൂ. തകർന്ന തൂണുകൾ 1970കളിൽ പുനഃസ്ഥാപിച്ചു. എലിഫൻ്റ ദ്വീപ് അഥവാ കാരാപുരി മുംബൈ തുറമുഖത്തിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും ഏകദേശം 11 കിലോമീറ്റർ കിഴക്കായും ജവഹർലാൽ നെഹ്റു തുറമുഖത്തിന് 2 കിലോമീറ്റർ പടിഞ്ഞാറായുമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഉയർന്ന വേലിയേറ്റ സമയത്ത് ഏകദേശം 10 ചതുരശ്ര കിലോമീറ്റർ, താഴ്ന്ന വേലിയേറ്റ സമയത്ത് ഏകദേശം 16 ചതുരശ്ര കിലോമീറ്റർ എന്നിവയാണ് ഈ ദ്വീപിൻ്റെ വിസ്തീർണം. 66 മുതൽ 65 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ക്രിട്ടേഷ്യസ് അല്ലെങ്കിൽ പാലിയോസീൻ കാലഘട്ടത്തിൽ ഡെക്കൻ ട്രാപ്സ് അഗ്നിപർവ്വത പ്രവിശ്യയിലെ സ്ഫോടന പരമ്പരയിൽ രൂപപ്പെട്ട അഗ്നിപർവ്വത ഉത്ഭവമുള്ള ഒരു ദ്വീപാണ് ഇത് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ദ്വീപിൻ്റെ തെക്കുഭാഗത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണ് കാരാപുരി. ഈ കാരാപുരിയുടെ പേരിലും ഈ എലിഫൻ്റ കേവ്സ് അറിയപ്പെടുന്നുണ്ട്. ദ്വീപിന് 2.4 കിലോമീറ്റർ നീളമുണ്ട്. ഏകദേശം 150 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന 2 കുന്നുകൾ ഇവിടെയുണ്ട്. ഈ കുന്നുകളെ വടക്ക് തെക്ക് ദിശയിൽ ഒരു ഇടുങ്ങിയ ആഴത്തിലുള്ള മലയിടുക്ക് വേർതിരിക്കുന്നു. പടിഞ്ഞാറ് ഭാഗത്ത് ഈ കുന്ന് കടലിൽ നിന്ന് സാവധാനം ഉയർന്ന് മലയിടുക്ക് കടന്ന് കിഴക്കോട്ട് നീളുകയും ക്രമേണ കിഴക്കേ അറ്റത്ത് 173 മീറ്റർ ഉയരത്തിൽ എത്തുകയും ചെയ്യുന്നു. മാവ്, പുളി,
കരിഞ്ജീരകം തുടങ്ങിയ മരങ്ങളും ഒക്കെയാണ് ഇവിടെ ധാരാളമായി വളരുന്നത്. കൂടാതെ ഒറ്റപ്പെട്ട ഈന്തപ്പനകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മുൻഭാഗം മണലും ചെളിയും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അരുകുകളിൽ കണ്ടൽ ചെടികളും ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. ഈ സ്ഥലത്തേക്ക് നാം എത്തിച്ചേരണമെങ്കിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും ഫെറി സർവീസ് നമുക്ക് ലഭ്യമാണ്. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ബോട്ട് സർവീസുകൾ ഇവിടേക്ക് ലഭ്യമാവുക. തിങ്കളാഴ്ചകൾ ഈ ഗുഹകൾ അടച്ചിടുന്നത് കൊണ്ട് അന്നേ ദിവസം ഇവിടെ യാത്രികർക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഇല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മുംബൈയോട് അടുത്ത് കിടക്കുന്ന പൻവേൽ CST ഇല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇവിടേക്ക് നമുക്ക് യാത്ര ചെയ്ത് എത്തിച്ചേരാവുന്നതാണ്. 3 ചെറിയ വാസസ്ഥലങ്ങൾക്ക് സമീപം കപ്പൽ അടുപ്പിക്കാനുള്ള കെട്ടുകളുമുണ്ട്. വടക്ക് പടിഞ്ഞാറ് സെറ്റ് ബന്ദർ, വടക്ക് കിഴക്ക് മോറ ബന്ദർ, തെക്ക് രാജ് ബന്ദർ എന്നിവയാണ് ആ 3 ഇടങ്ങൾ. ഇങ്ങനെ ഈ ഗുഹയിൽ എത്തിച്ചേർന്നാൽ നമുക്ക് ആയി കാത്തിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ്. പടിഞ്ഞാറൻ കുന്നിൽ 5 പാറയിൽ കൊത്തിയ ഗുഹകളും കിഴക്കൻ കുന്നിൽ ഒരു ഇഷ്ടിക സ്തൂപവും ഇവിടെയുണ്ട്. കിഴക്കൻ കുന്നിൽ 2 ബുദ്ധമത മൺകൂണകളുണ്ട്. ഇതിനെ സ്തൂപ ഹിൽ എന്നാണ് വിളിക്കുന്നത്. പടിഞ്ഞാറൻ കുന്നിലെ 5 ഗുഹകൾക്ക് അടുത്തായി കിഴക്കൻ കുന്നിൽ ഗുഹ നമ്പർ 6ഉം 7ഉം സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ സന്ദർശിക്കപ്പെടുന്നതും പ്രാധാന്യമർഹിക്കുന്നതുമായ ഗുഹ നമ്പർ 1 അത് സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറൻ കുന്നിലാണ്. ഇതിനെ ഗുഹ നമ്പർ 1 അഥവാ ഗ്രേറ്റ് കേവ് എന്നാണ് വിളിക്കുന്നത്. ഇത് ഏകദേശം 1 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം കയറിയാൽ മാത്രമേ നമുക്ക് എത്തിച്ചേരാനാവൂ. യുനെസ്കോയുടെ ആവശ്യകതകൾക്ക് അനുസരിച്ച് എലിഫൻ്റ ദ്വീപ് ഒരു സംരക്ഷിത സ്മാരക പ്രദേശമാണ്. 1975 ഇന്ത്യൻ ഗവൺമെൻറ് ഒരു ബഫർ സോൺ പ്രഖ്യാപിച്ചു. ഇത് തീരപ്രദേശത്ത് നിന്ന് 1 കിലോമീറ്റർ ദൂരത്തിൽ വിലക്കപ്പെട്ട പ്രദേശം എന്നാണ് അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ദ്വീപിൽ ഖര ബസാൾട്ട് പാറയിൽ കൊത്തിയെടുത്ത 2 കൂട്ടം പാറക്കെട്ട് ഗുഹകളുണ്ട്. ദ്വീപിൻ്റെ പടിഞ്ഞാറൻ കുന്നിലെ 5 ഗുഹകൾ ഉൾപ്പെട്ട വലിയ കൂട്ടവും അതിൻ്റെ ഹിന്ദു ശില്പങ്ങൾക്ക് പേരുകേട്ടതാണ്. മുംബൈ തുറമുഖത്തിന് അഭിമുഖമായി കുന്നിൻ ചെരിവിലൂടെ ഏകദേശം 1 കിലോമീറ്ററിൽ മുകളിലായാണ് പ്രധാന ഗുഹയായ ഗുഹ നമ്പർ 1 സ്ഥിതി ചെയ്യുന്നത്. മറ്റ് ഗുഹകൾ ഈ ഗുഹ നമ്പർ 1-നടുത്തായി തെക്ക് കിഴക്ക് ദിശയിൽ ഒരു വരിയിൽ ഗുഹ 2 മുതൽ 5 വരെ സ്ഥിതി ചെയ്യുന്നു. ഗുഹ നമ്പർ 6ഉം 7ഉം ഗുഹ 1, 2 എന്നിവയുടെ വടക്ക് കിഴക്ക് ഏകദേശം 200 മീറ്റർ ഇല്ലെങ്കിൽ 660 അടി അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഭൂമിശാസ്ത്രപരമായി കിഴക്കൻ കുന്നിൻ്റെ അരികിലായിട്ടാണ് ഈ ഗുഹ നമ്പർ 6ഉം 7ഉം സ്ഥിതി ചെയ്യുന്നത്. 2 കുന്നുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു നടപ്പാതയുമുണ്ട് ഇവിടെ. ഈ കിഴക്കൻ കുന്നിൽ സ്തൂപ ഹിൽ എന്ന് അറിയപ്പെടുന്ന ഒരു സ്തൂപവും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സ്തൂപ ഹിൽ എന്നുകൂടി വിളിക്കുന്നത്. പടിഞ്ഞാറൻ കുന്നിൽ കാനൻ ഹിൽ എന്നും അറിയപ്പെടുന്നു. കാരണം പോർച്ചുഗീസ് കാലഘട്ടത്തിൽ ഇവിടെ പീരങ്കികൾ സൂക്ഷിച്ചിരുന്നത് കൊണ്ടാണ് ഇതിനെ കാനൻ ഹിൽ എന്ന് നാമകരണം ചെയ്തിരുന്നത്. ഇങ്ങനെ ഒത്തിരിയേറെ വിശേഷങ്ങളുള്ള ഒരു മനോഹര പ്രദേശത്തിൻ്റെ ധാരാളമായ അതിസമ്പന്നമായ കാഴ്ചകൾ കണ്ട് ഇപ്പോൾ നാം വന്ന ടോയ് ട്രെയിനിൽ തിരിച്ച് പിയറിലേക്കെത്തി. അവിടെ നിന്നും
ഗേറ്റ് വേ ഓഫ് ഇന്ത്യയെ ലക്ഷ്യമാക്കി നമ്മുടെ മടക്കയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ദൂരെ നിന്നും ഹോട്ടൽ താജിൻ്റെ പഴയ കെട്ടിട സമുച്ചയങ്ങളും പുതിയ കെട്ടിട സമുച്ചയവും അതുപോലെ തന്നെ പ്രൗഢഗംഭീരമായി തലയുയർത്തി നിൽക്കുന്ന ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് അനാവരണം ചെയ്യപ്പെടുകയാണ്. എത്ര വിവരിച്ചാലും എത്ര വർണ്ണിച്ചാലും മതിവരാത്തത്ര മനോഹരമായ കാഴ്ചകളാണ് ഈ എലിഫൻ്റ കേവ്സ് നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത്. മനസ്സിലേറെ അത്ഭുതവും അതിശയവും ഒക്കെ ജനിപ്പിക്കുന്നത്ര മനോഹരമായ കൊത്തുപണികളും കടഞ്ഞെടുത്ത ശില്പങ്ങളും ഒക്കെയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചതും. ഇങ്ങനെ ഒത്തിരിയേറെ കൗതുകത്തോടും ആശ്ചര്യത്തോടും കൂടെ ഈ എലിഫൻ്റ കേവ്സിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് നമ്മുടെ ബോട്ടിൽ തിരിച്ച് നാം ഗേറ്റ് വേ ഓഫ് ഇന്ത്യയെ ലക്ഷ്യമാക്കി മുന്നേറുമ്പോൾ നമ്മെ മറികടന്ന് പാഞ്ഞു പോകുന്ന ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മെപ്പോലെ തന്നെ ഓരോ ദിവസവും അനേകായിരം യാത്രികരാണ് ഈ എലിഫൻ്റ കേവ്സിൻ്റെ വിസ്മയ കാഴ്ചകളിലേക്ക് ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം മുംബൈയെ സന്ദർശിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കണ്ടിരിക്കേണ്ടതായ ഏറ്റവും മനോഹരമായ ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു വേൾഡ് ഹെറിറ്റേജാണ് ഈ എലിഫൻ്റ ഗുഹകൾ എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. കാരണം അത്രയേറെ അത്ഭുതങ്ങളാണ് ഈ എലിഫൻ്റ ഗുഹകൾ നമുക്കായി കാത്തുവച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ മനോഹരമായ എലിഫൻ്റ ഗുഹകളിലെ കാഴ്ചകളും അറബിക്കടലിൻ്റെ സൗന്ദര്യവും അറബിക്കടലിൽ നിന്ന് തല ഉയർത്തി നിൽക്കുന്ന ഹോട്ടൽ താജും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും ഒക്കെ കണ്ടുകൊണ്ട് നാം ഇപ്പോൾ തീരത്തോട് അടുക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിറയെ സന്തോഷവും അത്ഭുതവും ആശ്ചര്യവും ഒക്കെ തിങ്ങി നിറയുകയാണ്. കാരണം മനുഷ്യൻ്റെ കഠിന പ്രയത്നവും അധ്വാനവും ഏതൊരു കരിങ്കല്ലിനെയും കഥകൾ വിളിച്ചോതുന്ന കവിതയാക്കി മാറ്റാൻ കഴിവുള്ളതാണ് എന്ന് ഈ എലിഫൻ്റ കേവ്സിലെ ഓരോ ശില്പവും തെരഞ്ഞെടുത്ത മൂർത്തിയും നമ്മോട് വിളിച്ചോതുകയാണ്. ഇങ്ങനെ ഈ മനോഹരമായ കാഴ്ചകൾ കണ്ട് നാം എലിഫൻ്റ കേവ്സിനോടും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയോടും ഒക്കെ യാത്ര പറഞ്ഞ് നമ്മുടെ യാത്ര തുടരുകയാണ് മറ്റ് അത്ഭുത കാഴ്ചകളിലേക്ക്.